ഇവിടെ ഇന്ന് ആണ്ടേ മാറിയാ അവിടെ മാറിയല്ലേ പണ്ട് ലോഡ് പുറത്തേക്കോ ലൈൻ കണ്ടോ അല്ല ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് 50 വയസ്സുണ്ട് എന്റെ കാര്യം പറയാൻ ആരും പറ്റിയിട്ടില്ല പിന്നെ അത് എവിടെ കണ്ടു ഈ വണ്ടി ഈ സ്ലാബിന്റെ പുറത്ത് ഈ NH-ന്റെ ഈ ഓർഡർ ഇട്ടേക്കുന്ന ഈ സ്ലാബിന്റെ പുറത്ത് ഈ സ്ലാബിന്റെ അതിനു വേണ്ടി വെയിറ്റ് താങ്ങാത്ത ഈ സ്ലാബിന്റെ പുറത്താണ് ഈ ലോഡ് വണ്ടികളെല്ലാം ഇന്ന് ഒരു 4-5 വണ്ടികൾ ഇതിന്റെ മേളിൽ ഈ സ്ലാബിന്റെ മേളിൽ കിടപ്പുണ്ടായിരുന്നു ദിവസവും അവധിയായിരുന്നു ഈ സ്ലാബുകൾ പലതും നാണ് ഉറഞ്ഞു താന്നു ഈ വണ്ടി തന്നെ സ്ലാബിന്റെ മേളിൽ കയറ്റി ലോഡും പുറത്ത് ഇട്ടിരുന്നയാ അതാണ് സ്ലാബ് കൊണ്ട് ആണ് ഉറഞ്ഞാണ്ട് വണ്ടി താന്നു വണ്ടി ഒരു ജാക്കിയൊക്കെ വെച്ചാണ്ട് കടത്തലി വെച്ചാണ്ട് പൊക്കിയേക്കാ വണ്ടി സ്ലാബ് ഉറഞ്ഞ് വണ്ടി ടയറിന് കുഴി പോയി ഓടെ പോയി അതിനകത്ത് അവർ കല്ലൊക്കെ പറക്കിയിട്ട് തടിയും കട്ടയൊക്കെ പറക്കിയിട്ട് വണ്ടി തൂക്കുക പാമ്പിടിച്ച കൊണ്ട് പോകത്തില്ലായിരുന്നു അധികാരികൾ ഇപ്പൊ അവനെ പൂട്ടിയാനെ ഇത് സുഖപ്പോ ഇപ്പൊ വന്ന വണ്ടി അതിന്റെ ഇല്ല മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലത് മുനിസിപ്പാലിറ്റി ഓഫീസുണ്ട് അവരിത് 2 ദിവസം ഈ വേണ്ടപ്പെട്ട അധികാരികൾ ഇവിടുത്തെ ഉദ്ദേശം ഇവരെല്ലാവരും കണ്ടിട്ട് ഈ വണ്ടി സ്ലാബിന് വെളിയിൽ കിടക്കുന്നത് ഈ വണ്ടി മാറ്റിയിരിക്കും അവരെ കൊണ്ട് നടക്കത്തില്ല സ്ലാബുകൾ ഓരോന്ന് നശിച്ചോണ്ടിരിക്കുവോ ഇവിടെ ഇന്ന് ആണ്ടേ അവിടെ മാറിയല്ലേ പണ്ട് ലോഡ് പുറത്തേക്കോ ലൈൻ കണ്ടോ ഇത് കണ്ടല്ലോ ഇത് കണ്ടോ ഇത് ഈ നാട്ടിൽ ദുരന്ത മുന്നേറ്റം വേണ്ടപ്പെട്ട അധികാരികൾ വന്ന സമയത്ത് വണ്ടി മാറി ഇത് വേണ്ടപ്പെട്ട അധികാരികൾ ഈ സമയത്ത് തന്നെ ഇത് സംഭവിക്കുന്നുണ്ടോ ഇത് 3-4 ദിവസത്തിന് മുമ്പ് ജനങ്ങൾ പലരും പറഞ്ഞു ഈ വണ്ടി ഓരോ മേളിൽ നേരത്തെ ഇടുന്നതിന് ചെയ്യരുതെന്ന് പലരും പറഞ്ഞു അതവർ കേട്ടില്ല അവരെല്ലാം വണ്ടി പൊട്ടി നോക്കിയത് അവർ മാറിപ്പോയി മുനിസിപ്പാലിറ്റി ചെയർമാനെ കൗൺസിലർമാരെ വേണ്ടപ്പെട്ട സെക്രട്ടറി വേണ്ടപ്പെട്ട പോലീസ് അധികാരികൾ മോട്ടോർ വെഹിക്കിൾ അധികാരികൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾ അടിയന്തരമായിട്ട് ഇതിന് നടപടി സ്വീകരിക്കണം സർക്കാർ ഏതെങ്കിലും സാറ് എവിടെ ഒന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് മേളിൽ ഇതോടെ ഒരു കൊച്ചു വണ്ടി എന്തുകൊണ്ട് സ്ഥലമില്ല പോട്ടെ സമ്മതിച്ചു ഇതോടെ ഇത്രയും ടണ്ണേജ് വണ്ടി കൊണ്ടിട്ട് അപകടം വരുത്തി വെക്കുമ്പോൾ ഈ അധികാരികൾ കണ്ടില്ലെന്ന് കാണിക്കുന്നത് ശരിയാണോ ഇതിപ്പോ സർക്കാരിന് വന്ന ലോഡ് ആയിക്കോട്ടെ ഇത് കോൺട്രാക്ട് ഹൗസല്ല ഇതൊന്നും ഇവിടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് വണ്ടികളല്ല ഇത് വേണ്ടെന്ന് ആരും പറഞ്ഞില്ല ഇത് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം ജനങ്ങൾക്ക് ഉപയോഗത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട ഡ്രൈവർമാർ അവര് ഇപ്പം ഈ ഇതിലെ ഡ്രൈവേഴ്സുകളൊക്കെ 2-3 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഉറക്കളച്ച് കിടക്കുവോ അതൊക്കെ വളരെ ശരിയാച്ചു സംഭവിച്ചു ഇത് കണ്ടിട്ടുള്ള അടുത്തൊരു വണ്ടി അത് നോക്ക് ആ വണ്ടി ആ സ്ലാബിന്റെ മേളിൽ നിൽക്കുക ആ വണ്ടി ഇനി ചാടത്തിലൊന്നും മറിയത്തിലൊന്നും ആര് കണ്ടു സാറ് ഈ ഒരു അനുഭവം കണ്ടിട്ടെങ്കിലും ഒന്ന് മാറ്റിയുള്ള നടപടി ഇവരൊക്കെ സ്വീകരിക്കണ്ടേ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്യണ്ടേ അല്ല നിങ്ങൾ പണ്ടുണ്ടോ നിങ്ങൾ പണ്ടുണ്ടോ അല്ല അവരോട് ചോദിക്കണം അവർ സ്ഥലം കണ്ടെത്തി തരും അവരോട് ചോദിക്കണം അതൊന്നുമല്ല നിങ്ങൾ അവർക്ക് നീറ്റിക്കാന്നില്ലയോ അവ പൗരനല്ലയോ അല്ല ഇയാൾ മാത്രമേ അയാളുടെ പൗരനല്ലയോ അയാൾ ഇന്ത്യക്കാരൻ പാകിസ്ഥാൻകാരനാണോ അയാൾ പാകിസ്ഥാൻകാരനാണോ ഈ രാഷ്ട്രീയക്കാരുടെ യൂണിയന്റെ മറവില് അവർക്ക് എന്തും ചെയ്യാം അവർക്ക് എന്തും പറയാം അവർക്ക് എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാമെന്നുള്ളൊരു മനോധൈര്യം പാർട്ടിക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഈ സമൂഹത്തിൽ വലിയ ശാപമാണ് അങ്ങനെ രാഷ്ട്രീയക്കാർ ചില യൂണിയൻകാർക്കും പാർട്ടിക്കാർക്കും ചില ചട്ടമ്പികൾക്കും മിടുക്കന്മാർക്കും ചില ഔദാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നതിൻ്റെത് ഭാവി പരിണത ഫലമായിട്ടായിരിക്കും അതിന് ചോദിക്കാനും പറയാനും പറ്റുന്നവർക്ക് ആ കുടുംബത്തോ അവനോ അവനിൽപ്പെട്ട ആൾക്കാരോ കാണും എന്നോട് പറഞ്ഞതിൻ്റെ കൂട്ട് കാല് വെട്ടുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഇന്ന് എങ്ങും ഒരു സർക്കാർ ഓഫീസിൽ വളർച്ചയെന്ന് മിണ്ടാൻ അത് എവിടെയും എല്ലായിടവും ഇവിടെ നിന്ന് മാത്രമല്ല എല്ലാ സർക്കാർ ഓഫീസിൽ നിന്ന് ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല മിണ്ടിയാൽ അവർ കൂട്ടത്തോടെ ഇറങ്ങി അവർ പൊതിയും രാഷ്ട്രീയക്കാരുടെ സംരക്ഷണയിൽ ഇറങ്ങി ഒരു പറ്റം ആൾക്കാർ ഇറങ്ങി അവനെ പൊതിയും ആക്രമിക്കും ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബം കഴിയാനുള്ള കാര്യമൊന്നും പറഞ്ഞില്ല പൊതുവായിട്ടൊരു കാര്യം കണ്ടു അത് പറഞ്ഞു അത് പ്രത്യേകിച്ച് ആരെയും പറയുകയും വിമർശിക്കുകയും ചെയ്തില്ല പൊതുവായിട്ടൊരു കാര്യം കണ്ടത് ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം പറഞ്ഞു അതിനെതിരെ ഒരു കടന്നാക്രമണം ഉണ്ടായത് കണ്ടോ ഞാൻ എന്ത് ചെയ്തിട്ടോ ഞാൻ മദ്യവെച്ചിട്ട് വന്നതാണോ അത് ഞാൻ അതിനകത്ത് കയറി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ അത്ര ഒരു കാര്യം കണ്ടത് പൊതുവെ പറഞ്ഞു പോയി അത്രേ ഉള്ള കാര്യം അപ്പോൾ ആ കടന്നക്കൂടുതലുള്ള ഒരു അക്രമ ഒരു സ്വഭാവം കണ്ടോ ഇപ്പം ഞാൻ 10 പേരെയും വിളിച്ചിട്ടൊന്ന് ആക്രമിക്കാം പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴോ അത് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ സമൂഹത്ത് ഉള്ള കാര്യങ്ങൾ വേണ്ടപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരൊക്കെ വേണ്ടപ്പെട്ട അധികാരികൾ നടപടിയെടുത്ത് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം അതിൽ എന്നെ വെറുതെ കടന്നാക്രമിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ല തെറ്റുകളൊന്നും പറഞ്ഞില്ല മോശത്തിലായിട്ടൊന്നും സംസാരിച്ചില്ല പൊതുസമൂഹത്തെ
ഇവിടെ നടന്ന ഒരു വിപത്ത്, ഒരു വേണ്ടത്ത ഒരു മോശത്തിനൊരു കാര്യം കണ്ണി കണ്ടത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും നോവിക്കുകയോ കൊള്ളുകയോ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു പോയെങ്കിൽ അവർ ക്ഷമിക്കട്ടെ.